യെസ് ഫാഷൻ വീക്ക് ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അടിപൊളിയായുള്ള കളക്ഷൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇതിന്റെ ഒരു സിമിലർ സ്റ്റൈൽ ഹ്യൂജ് എൻക്വയറീസ് ആണ്. തന്നെ 2 പാറ്റേൺസ് നമ്മൾ വീഡിയോയിൽ 2-3 ടൈംസ് കാണിച്ചായിരുന്നു. അതിന്റെ പ്രീ ബുക്കിംഗ് എടുത്തിട്ടുണ്ട്. അത് 1 മന്ത് കഴിഞ്ഞായിരിക്കും അതിന് വരുന്നത്. അതിന് തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഏതാ ഡിസൈൻ. ഇതേപോലെ ഇത് ആ സെയിം ഡിസൈൻ അല്ല, ചെറിയ വ്യത്യാസമുണ്ട്. ഷിപ്ലി എംബ്രോയിഡറി വിത്ത് ബീഡ്സും മിറേഴ്സ് ഒക്കെ കൊണ്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന യോക്കിന്റെ 3 ബോർഡേഴ്സ് ഇതുപോലെ ലേസ് പാച്ച് ഒക്കെ വരുന്നുണ്ട്. കുറച്ചധികം കളേഴ്സ് ഉണ്ട്. ഞാൻ കുറച്ച് മാത്രമേ ഇപ്പം എൻ്റെ കയ്യിലെടുത്തിട്ടുള്ളൂ. കുറേ അധികം കളേഴ്സ് ഇതിൽ വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. കോസ്റ്റ്യൂമാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരും. അതായത് ടോപ്പിന്റെ ഫ്രണ്ട് പാനൽ ഫുള്ളും ഹെവി ആയിട്ട് ഷിഫ്ലി എംബ്രോയിഡറി ആണ്. അതിൽ കുറച്ചുകൂടെ ഡിഫറൻസ് ഉണ്ട്. അത് ഫുൾ ഒരേ സ്റ്റൈൽ അല്ല, 2 സൈഡ്സും ഉണ്ട്. ഈ ഒരു സ്റ്റൈൽ ഓഫ് ഷിഫ്ലിയും ഫ്രണ്ടിൽ വന്നിട്ട് ഹെവി ഒരു പാനൽ സ്റ്റൈലിലും അത് വേറൊരു സ്റ്റൈൽ ഓഫ് എംബ്രോയിഡറി ഷിഫ്ലി എംബ്രോയിഡറി ആണ്. ഇതിന്റെ സെൻട്രൽ ഈ ഒരു പാനൽ പോലെയും ചെയ്തിരിക്കുന്നുണ്ട്. ആൻഡ് യോക്ക് വരുമ്പം ലേസ് വിത്ത് ഹാൻഡ് വർക്ക് പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്ക്വയർ ആക്കിയോ റൗണ്ട് ആയിട്ടോ എങ്ങനത്തെ വേണമെങ്കിലും നെക്ക് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. സോഫ്റ്റ് റോജൂട്ട് ഫാബ്രിക് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് കളറിന്റെ ഡീറ്റെയിലിംഗ് വരുന്നത് ഇത് ഫുള്ളും ആ ഒരു വാട്ടർ സീക്വൻസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ദുപ്പട്ട വരുമ്പോഴും അതുപോലെ തന്നെ ഇതുണ്ട്. അതായത് 2 ബോർഡേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ബോർഡറിൽ ആ ഒരു ഹെവി പാനലിൽ കൊടുത്തേക്കുന്ന എംബ്രോയിഡറി, പിന്നെ ബാലൻസ് ഏരിയൻ്റെ പകുതി പോർഷനിൽ ഷിഫ്ലി എംബ്രോയിഡറി വിത്ത് ലേസ്, ബാലൻസ് ഏരിയ അതുപോലെ പ്ലെയിൻ ആയിട്ടുമാണ് വരുന്നത്. വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ് ഇതിൻ്റെ ദുപ്പട്ട ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് ഇതിൽ കൊടുത്തേക്കുക. ദുപ്പട്ടയുടെ എൻസിൽ വരുമ്പോൾ ഇതുപോലെ ബോർഡറിലും ഈ ഒരു ഹെവി ആയിട്ട് ആ ഒരു ഷിഫ്ലി എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കളർ വന്നിട്ട് ഒരു ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ആഷ് ബ്ലൂ പീസ്റ്റൽ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ എല്ലാ കളേഴ്സും പൊളിയാട്ടോ. അത്രയും ഹെവി ഷിഫ്ലി വർക്ക് വിത്ത് ഹാൻഡ് വർക്ക് വരുന്നതുകൊണ്ട് തന്നെ ദുപ്പട്ടയും വർക്ക് സെയിം തന്നെ. അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ലെവൻഡർ തന്നെ ഒരു ഷെയ്ഡാണ്. ഇതിന്റെ എല്ലാ കളേഴ്സിന്റെയും സിമിലർ ആയിട്ടുള്ള ഷെയ്ഡ്സ് വേറെ ഉണ്ട്. കറക്റ്റ് ആയിട്ട് ലെവൻഡർ എന്ന് പറയുന്നത് തന്നെ സിമിലർ വേറെ കളേഴ്സ് വരുന്നുണ്ട്. ഇതേപോലെ ഹെവി പാനൽ സ്റ്റൈൽ 2 സൈഡ്സിലും ഇതുപോലെ ആ ഒരു ഷിഫ്ലി എംബ്രോയിഡറി ടോപ്പ് ഓൾ ഓവർ എന്നിട്ട് വോട്ടർ സീക്വൻസ് കൊടുത്തേക്കുന്നു. യോക്കിലെ ഹാൻഡ് വർക്കും മിറേഴ്സും കൊണ്ടുള്ള വർക്ക് ആൻഡ് 3 ബോർഡേഴ്സ് ഇതുപോലെ ക്രോഷോ ലേസ് ചെയ്തേക്കുന്നു. ദുപ്പട്ടയുടെ ഹാഫ് പോർഷനിൽ ഇതുപോലെ ഹെവി ആയിട്ട് ഷിഫ്ലി വർക്കാണ് ചെയ്തേക്കുന്നത്. അതും 2 നമ്മുടെ ടോപ്പിൽ വന്നേക്കുന്ന പോലെ തന്നെ 2 ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ഷിഫ്ലി എംബ്രോയിഡറി. അതായത് ഒരു ബോർഡർ ഇതുപോലെ ലൈറ്റ് ആയിട്ട് വരുന്നു. ബാലൻസ് പോർഷനിൽ ഈ സൈഡ്സിൽ വന്നേക്കുന്ന പോലത്തെ ഒരു എംബ്രോയിഡറി കൊടുത്തേക്കുന്നു. ബാലൻസ് ഏരിയ ഇതിൻ്റെ പകുതി പോർഷൻ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് വന്നേക്കുക. ടോപ്പ് ദുപ്പട്ട സെയിം ഫാബ്രിക്കിലാണ്. അടുത്ത കളർ ഷെയ്ഡാണ്. ഇപ്പം വർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ജസ്റ്റ് കളേഴ്സ് നോക്കിയപ്പോൾ കുറച്ചധികം കളേഴ്സ് വരുന്നുണ്ട്. ബോട്ടം സാൻഡൂൺ ഫാബ്രിക് നിന്ന് കാണിക്കാം. ഇതുണ്ട് ഫ്രണ്ടിൽ ഇതുപോലെ പാനൽ സ്റ്റൈൽ, സൈഡ്സിൽ വരുമ്പം ഈ ഒരു സ്റ്റൈൽ ഓഫ് ഷിഫ്ലി വർക്കാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ലെങ്തും വിഡ്ത്തും ഒക്കെ വരുന്ന ഫാബ്രിക് ആണ്. സോഫ്റ്റ് റോജൂട്ടാണ് ഫാബ്രിക്. ഇത് വന്നിട്ട് ഒരു ഒലിവ് ഗ്രീൻ പോലെ നിൽക്കുന്ന ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. എല്ലാം പൊളിയായിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആൻഡ് ഹെവി ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി പാറ്റേൺ ആണ് ഇതിൽ ചെയ്തേക്കുക. പിന്നെ കണ്ട ലാവൻഡറിന്റെ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡാണ്. എല്ലാം പൊളി കളർ ഷെയ്ഡ്സ്. യോക്കിൽ ഹാൻഡ് വർക്കും ലേസ് പാച്ചും വരുന്നുണ്ട്. കളർ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. പാറ്റേൺസ് സെയിം. യോക്ക് ഹാൻഡ് വർക്കും കുഞ്ഞു ഷുഗർ ബീഡ്സും ഫ്രഞ്ച് നോട്ട്സും മിറേഴ്സും കൊണ്ടുള്ള ഒരു ഹാൻഡ് വർക്കാണ് യോക്കിൽ. ആൻഡ് ടോപ്പ് ഓൾ ഓവർ ഷിഫ്ലി വർക്ക്. അതിൻ്റെ അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ലാവൻഡറിന് തന്നെ പോലെ നിൽക്കുന്ന ഒരു സിമിലർ ആയിട്ടുള്ള കളർ ഷെയ്ഡാണ് ഇതും വന്നിരിക്കുന്നത്. ഇച്ചിരി വയലറ്റ് കുറച്ചുകൂടെ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്നു. പാറ്റേൺ സെയിം. ഇതാണ് എൻ്റെ ലാസ്റ്റ് വന്നിരിക്കുന്നത് ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിൽ വർക്ക് പാറ്റേൺ സെയിം. സോഫ്റ്റ് റോജൂട്ടാണ്. ഇത്രയും കളർ ഷെയ്ഡ്സ്. റേറ്റ് 1480 1480 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. താങ്ക് യു.